തിരുവനന്തപുരം വിഴിഞ്ഞത്തെ അസ്മ ഹോട്ടലിൽ നിന്ന് കടൽ വിഭവങ്ങൾ കഴിച്ചതിന് പിന്നാലെ 2 പേർ മരിച്ചതിൽ കാരണം കണ്ടെത്താനാകാതെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. മീൻമുട്ടയുടെ സാമ്പിൾ ശേഖരിക്കാൻ ഭക്ഷ്യസുരക്ഷാ ഡെപ്യൂട്ടി കമ്മീഷണർ കന്യാകുമാരിയിൽ പോയെങ്കിലും ലഭ്യതക്കുറവ് മൂലം മീൻമുട്ട കിട്ടിയില്ല. ഇതിനാൽ അന്വേഷണവും പ്രതിസന്ധിയിലാണെന്നും ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് വ്യക്തമാക്കി. കൊല്ലം നിലമേൽ സ്വദേശികളായ റഷീദ ബീവി, ഷാജി എന്നിവരാണ് മരിച്ചത്. മീൻമുട്ടയിലെ വിഷമാണ് ഇരുവരുടെയും മരണകാരണമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ സംശയം. അസ്മാക് റെസ്റ്റോറന്റിൽ നിന്ന് കഴിച്ച കണവ, ചിപ്പി, കൊഞ്ച് എന്നിവ പരിശോധിച്ചപ്പോൾ വിഷമില്ലെന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ മീൻമുട്ട പരിശോധിക്കാൻ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഭക്ഷ്യസുരക്ഷാ ഡെപ്യൂട്ടി കമ്മീഷണറും സംഘവും മീൻമുട്ട കയറ്റുമതി ചെയ്ത കന്യാകുമാരിയിലേക്ക് സാമ്പിളിനായി പോയത്. എന്നാൽ 3 ദിവസം കാത്തിരുന്നെങ്കിലും സാമ്പിൾ ലഭിച്ചില്ല. വലിയ ചെമ്പല്ലിയുടെ മുട്ടയിൽ നിന്നുണ്ടാകുന്ന വിഷമാണ് മരണകാരണമെന്നാണ് സംശയം. ചില സീസണുകളിൽ ആൽഗൽ ബ്ലൂം എന്ന ബാക്ടീരിയ ചെമ്പല്ലിയിൽ സൈനോടോക്സിൻ പോലുള്ള വിഷമുണ്ടാക്കും. കടൽ മത്സ്യം കഴിക്കുന്നത് അലർജിയുള്ളവർ ഇത് കഴിച്ചാൽ മരിക്കാൻ സാധ്യതയുണ്ടെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. റഷീദ ബീവിക്കും ഷാജിക്കും കടൽ മത്സ്യങ്ങൾ അലർജിയാണെന്നാണ് ബന്ധു പോലീസിന് നൽകിയ മൊഴി. ഭക്ഷ്യവിഷബാധയുടെ ലക്ഷണങ്ങളായ വയറുവേദന, ഛർദി, പനി, തലവേദന എന്നിവ ഇരുവർക്കും ഉണ്ടായിട്ടില്ല. പകരം വിഷമുള്ളിൽ ചെന്നാൽ ഉണ്ടാകുന്ന ശ്വാസകോശ പേശികളുടെ തളർച്ച, ഇരട്ടക്കാഴ്ച, കാലുകൾക്ക് തരിപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ സാമ്പിൾ പരിശോധന പൂർത്തിയാക്കാൻ കഴിയാത്തത് പ്രതിസന്ധിയാണ്. നിലവിൽ ഈ ബാക്ടീരിയ തമിഴ്നാട് കോസ്റ്റലിൽ ഉള്ളതായി ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ചെമ്പല്ലിയുടെ മീൻമുട്ട ലഭ്യത കുറവായതിനാൽ റെസ്റ്റോറന്റ് നേരിട്ട് ഒരു ഇടപാടുകാരനിൽ നിന്നാണ് വാങ്ങിയത്. അതേസമയം മത്സ്യം വിറ്റ കന്യാകുമാരിയിലെ കട അടച്ചിട്ട നിലയിലാണ്. കട ഉടമയെ കണ്ടുപിടിക്കാൻ തമിഴ്നാട് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ സഹായത്തോടെ അന്വേഷണം തുടരുകയാണ്. അതോടൊപ്പം മീൻമുട്ട ശേഖരിക്കാനുള്ള നീക്കവും തുടരുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇരുവരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ലഭിക്കാനുണ്ട്. ഈ 2 റിപ്പോർട്ടുകളും വന്നാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ. മരണകാരണം മീൻമുട്ടയാണെങ്കിൽ കടൽ മത്സ്യങ്ങളുടെ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്നും ഇതിൽ സെൻട്രൽ ലൈസൻസ് അതോറിറ്റിയെ സമീപിക്കുമെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കമ്മീഷണറേറ്റ് വ്യക്തമാക്കി. കന്യാകുമാരിയിൽ നിന്നും കൂടുതൽ മത്സ്യം കയറ്റുമതി ചെയ്യുന്ന സാഹചര്യത്തിൽ മരണകാരണം സ്ഥിരീകരിക്കുക എന്നത് അതീവ ഗൗരവമുള്ള കാര്യമാണ്. സംഭവത്തെക്കുറിച്ച് ശാസ്ത്രീയ പഠനം നടത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, ഫിഷറീസ് വകുപ്പ്, കുഫോസ് തുടങ്ങിയവയിലെ വിദഗ്ധരുടെ ഒരു സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. ക്യാമറ പേഴ്സൺ ഷമീമിനോടൊപ്പം സനിസ ശോഭ ചന്ദ്രൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.